ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹനം രക്ഷയുടെ അൾത്താര എന്ന വിചിന്തനം നമുക്ക് തുടരാം. നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ സഹനം ഞാനായിട്ട് വരുത്തി വെച്ചതാണോ? അതുമായി ബന്ധപ്പെട്ട് 12 പ്രധാനപ്പെട്ട വചനഭാഗങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ, നല്ല പ്രൊഫഷൻ ഉണ്ടായിരുന്ന, പറഞ്ഞാൽ നല്ല ജോലിയും ശമ്പളവും കിട്ടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് അകാല മരണം പ്രാപിക്കേണ്ടതായി വന്നു. ലിവർ സിറോസിസ് ഒക്കെയായി ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഞാനും പോയി കണ്ടിട്ടുള്ളതാണ്. ഇനി അദ്ദേഹം ആ സുബോധമുള്ളപ്പോൾ അദ്ദേഹം പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. അച്ഛാ, എൻ്റെ സഹനങ്ങൾ ഞാനായിട്ട് വരുത്തി വെച്ചതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. അമിതമായിട്ട് മദ്യപിച്ച് പാപസുഖത്തിൻ്റെ പിന്നാലെ പോയിരുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനെ അത് ബാധിച്ചു. അതിനേക്കാളുപരി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അത് നശിപ്പിച്ചു. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സഹനം എന്ന് പറഞ്ഞാൽ വളരെ വളരെ രൂക്ഷമായിരുന്നു, അസഹനീയമായിരുന്നു. പാപസുഖം നൽകിയ ഒരു സഹനം. നമ്മൾ സഹനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സഹനം ഞാനായിട്ട് വരുത്തി വെച്ചതാണോ, അതോ ദൈവമായിട്ട് അനുവദിച്ച രക്ഷാകരമായൊരു സഹനമാണോ എന്ന് വേർതിരിച്ച് കാണുന്നത് വളരെ നല്ലതായിരിക്കും. ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ 12 പ്രധാനപ്പെട്ട വചനഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ പരിശ്രമിക്കാം. അത് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം വീണ്ടെടുക്കാൻ പറ്റും. നമ്മുടെ സഹനത്തിൽ നിന്നും ഒരുപക്ഷെ പുറത്തു വരാനും നമുക്ക് സാധിച്ചെന്ന് വരും. ഒന്നാമത്തെ വചനഭാഗമാണ് സങ്കീർത്തനം 107, 17 മുതൽ 20 വരെയുള്ള വചനഭാഗം. അവിടെ പറഞ്ഞിരിക്കുന്നത്, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങൾ മൂലം അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളെയും വെറുത്തു, വൃത്തികവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് വചനമയച്ച് അവരെ സൗഖ്യമാക്കി. എനിക്ക് പാപവും രോഗവും തമ്മിലുള്ള കണക്ഷൻ, അകൃത്യങ്ങളും ദുരിതവും തമ്മിലുള്ള കണക്ഷൻ, പാപജീവിതം നമ്മെ സഹനത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമത്തെ വചനമാണ് സുഭാഷിതങ്ങൾ 22, 8 വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അനീതി പ്രവർത്തിച്ചാൽ വരാനിരിക്കുന്നത് എന്താണെന്ന് ഈ വചനഭാഗം കൃത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യേണ്ടി വരും. ഈ അനർത്ഥം ഇഷ്ടപ്പെടാത്തവര് അനീതി പ്രവർത്തിക്കാതിരിക്കും. മൂന്നാമത്തെ വചനമാണ് റോമ 2 അധ്യായം 9 വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, പാപം ചെയ്യുന്ന ഏതൊരുവനും, ആദ്യം യഹൂദൻ പിന്നെ ഗ്രീക്കുകാരൻ, ഏതൊരുവനും ക്ലേശങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. നമ്മുടെ പാപം മൂലം വരുന്നൊരു കാര്യമാണെന്ന്. പാപം ചെയ്യുന്ന ഏതൊരുവനും ക്ലേശങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. നമ്മളായിട്ട് വരുത്തി വെച്ച ഒരു സഹനമായിട്ട് അതിനെ കാണാൻ പറ്റും. നാലാമത്തെ വചനഭാഗമാണ് സംഖ്യ 32, 23 വചനം. സംഖ്യ 32ന്റെ 23 നമ്മൾ വായിക്കുന്നത്, നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അത് വലിയൊരു സഹനമായി മാറും എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നിന്റെ പാപം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇന്ന് മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുന്ന, വേദനിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരുടെ ഇന്നലകളിൽ സംഭവിച്ചു പോയ പാപങ്ങൾ ഓർത്ത് നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്ന് നീ അറിഞ്ഞുകൊള്ളുക. 5ാമത്തെ വചനഭാഗമാണ് സങ്കീർത്തനം 32ന്റെ 3 വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, സങ്കീർത്തനം 32:3, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ എൻ്റെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരുന്നു. അതാണ് വചനം പറയുക. പാപം എൻ്റെ ജീവിതത്തിൽ കിടക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിൽ അതിൻ്റെ ഫലങ്ങൾ ഞാൻ കാണേണ്ടി വരും, ദൂഷ്യഫലങ്ങൾ. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ശക്തി വരണ്ടുപോയി. ഇതെല്ലാം വലിയ സഹനമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. 6ാമത്തെ വചനഭാഗമാണ് വിലാപങ്ങൾ 1:14. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ പാപങ്ങൾ ദൈവം ഒരു നുകമാക്കി, നുകം അത് ഞങ്ങളുടെ കഴുത്തിൽ വെച്ച് കെട്ടിയിരിക്കുക. എന്നൊക്കെ അത് എത്ര വലിയ സഹനമായി മാറും, സ്വാതന്ത്ര്യമില്ലായ്മയായി മാറും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളുടെ തന്നെ പാപങ്ങൾ ദൈവം ഒരു നുഖമാക്കി ഞങ്ങളുടെ കഴുത്തിൽ വെച്ച് കെട്ടിയിരിക്കുന്നു. അതാണ് വിലാപങ്ങൾ 1:14 നമ്മൾ കാണുക. അടുത്ത വചനഭാഗം 7ാമത്തെ വചനഭാഗം ജെറമിയ 30 അധ്യായം 14 വചനമാണ്. അവിടെ കർത്താവ് തന്നെ പറയുന്നൊരു കാര്യം, നിങ്ങളുടെ നിരവധിയായ അകൃത്യങ്ങൾ മൂലം ഞാൻ നിങ്ങളെ മുറിപ്പെടുത്തി. പക്ഷെ പിന്നീട് കർത്താവ് പറയുന്നുണ്ട് 17ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, നീ എൻ്റെ പക്കലേക്ക് തിരിയുക, അനുദപിക്കുക, ഞാൻ നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്താം. പറയുന്നുണ്ട്, നമ്മുടെ അകൃത്യങ്ങൾ, നിരവധിയായ അകൃത്യങ്ങൾ അത് നമ്മെ മുറിപ്പെടുത്തും എന്നുള്ളത് നാം തിരിച്ചറിയണം. 8ാമത്തെ വചനഭാഗമാണ് എസെക്കിയേൽ 18ന്റെ 4 വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും. പാപം മൂലം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യം, ജീവൻ നശിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സഹനമാണ്.
9-ാമത്തെ വചനം, സുഭാഷിതങ്ങൾ 24-20 വചനമാണ്. തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല, ദുഷ്ടൻ്റെ വിളക്ക് അണഞ്ഞു പോകും. നമുക്കറിയാലോ, കൂരിരുട്ടിൽ നമുക്ക് വേണ്ടത് വിളക്കാണ്, വെട്ടമാണ്. അത് ഇല്ലാതാകും. അതൊരു സഹന കാരണമായി മാറും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 10-ാമത്തെ വചനം സുഭാഷിതങ്ങൾ 23-29 മുതൽ വായിക്കുമ്പോഴാണ് ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? ഈ ഒരു ചോദ്യം അവിടെ ചോദിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. എന്നിട്ട് പറയാണ്, അകാരണമായ മുറിവുകൾ ആർക്കാണ്? ഉത്തരം അതിനുശേഷം വരുന്നുണ്ട്, മദ്യപാനികൾക്ക്. പാപകരമായ രീതിയിൽ ജീവിതം നയിക്കുന്നവർ, പാപസുഖം തേടി പോകുന്നവർ, അവരുടെ അവസാനം എന്തായിരിക്കും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അവസാനം അത് പാമ്പിനെ പോലെ അവരെ തിരിഞ്ഞു കൊത്തും. അത് വലിയ സഹനത്തിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. 11-ാമത്തെ വചനമാണ് തോബിത്ത് 12:10. അവിടെ പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവൻ്റെ ശത്രുവാണ്. 12-ാമത്തെ വചനം പ്രഭാഷകൻ 19:4 വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു. ഈ 1 ഡസൻ വചനങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പല സഹനങ്ങളും നമ്മളായിട്ട് വരുത്തിവെച്ച സഹനങ്ങളാണ്. നമുക്ക് അനുദപിച്ച് കർത്താവിൻ്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേരാം. ഒരു കോമൺ നിയോഗമായിട്ട് നമ്മളിന്ന് വയ്ക്കുന്നത്, പാപത്തിന് അടിമയായി മാറിയിരിക്കുന്ന വ്യക്തികളുണ്ട്, അവരുടെ മോചനത്തിനായി പ്രാർത്ഥിക്കാം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തങ്ങളുടെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് അരുൾ ചെയ്ത യേശുനാഥ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച സഹനങ്ങളും അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ ഏറ്റെടുത്ത സഹനങ്ങളും അങ്ങയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് അവയെല്ലാം രക്ഷാകര സഹനമാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ലജ്ജിക്കാതിരിക്കാനും അത് കണ്ട് പരിഭ്രമിക്കാതിരിക്കാനും ഞങ്ങളെ ആത്മീയ കരുത്തുള്ളവരാക്കണമേ. ശുദ്ധമായ സഹനത്തിലൂടെ ശുദ്ധമായ വിവേകം കൈവരിച്ച് സ്വർഗീയോന്മുഖ ജീവിതം നയിക്കാനും വിശുദ്ധിയിൽ വളരാനും നിത്യമഹത്വം പ്രാപിക്കാനും ഞങ്ങൾക്കും ഇടയാകട്ടെ. ആമേൻ. നമ്മുടെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.